നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ചില അവഗണനകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ എന്റെ ലൈഫിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. വലിയ സംഭവം ഒന്നല്ലെങ്കിലും ചെറിയ രീതിയിൽ. അപ്പൊ എന്താ വെച്ചാല് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവള് സ്കൂളിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാനേ ഇഷ്ടമല്ല. ബസ്സിലാണെങ്കിലും എല്ലായിടത്തും ഞങ്ങളെ കാണുന്നവരൊക്കെ ഞങ്ങൾ ഒരുമിച്ചേ കാണാറുള്ളൂ. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ എനിക്ക് അവളെ. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഓരോരോ ക്ലാസ്സിലേക്ക് വേറെ വേറെ ക്ലാസ്സിലേക്കൊക്കെ ആയിട്ട് മാറി പോകുമല്ലോ. പിന്നെ സ്കൂളൊക്കെ മാറി. പിന്നെ 10th കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത സബ്ജക്റ്റ് ഒക്കെ മാറി വേറെ വേറെ സ്കൂളിലേക്ക് മാറിപ്പോയി. പിന്നെ കുറേ കാലത്തിന് ശേഷം പക്ഷെ ഞാനൊക്കെ ഇപ്പൊ കുറച്ച് ഏജ് ആയില്ല. ഇന്നത്തെ പോലത്തെ ഫേസ്ബുക്ക് വാട്സപ്പ് അതൊന്നും അന്നില്ലായിരുന്നു. അപ്പം കുറേ കാലത്തിന് ശേഷം ഞാൻ അവളെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഭയങ്കര ഇഷ്ടത്തോട് കൂടിട്ടോ. എനിക്ക് പണ്ടുള്ള അതേ ഒരു താല്പര്യം ഇപ്പോഴും അവളോട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സന്തോഷത്തോടു കൂടി നമ്പറൊക്കെ കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ അവൾ എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ആവേശത്തോടു കൂടി വിളിച്ചതായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച് അപ്പുറത്തുനിന്ന് ഞാൻ ഇന്നാളാന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ച് അവളും ഇന്നെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവള് നോർമലായിട്ട് എൻ്റെ അടുത്ത് ആണോ, എന്ത് ചെയ്യുന്നു, അപ്പൊ എന്നെ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഓർക്കാറൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ നീ വിളിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് എന്നൊക്കെ ലെവലിലൊക്കെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ആകെ ഇങ്ങോട്ട് ചടച്ച് എന്തോ പോലെ കേട്ടോ. എനിക്കൊരു ഭയങ്കര സങ്കടം. കാരണം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ അവരെ ഭയങ്കര തിക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടി വെച്ചൊരു ഒരാളാണല്ലോ. അപ്പം അവരെ മനസ്സിൽ നമ്മളോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും പക്ഷെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അവളും അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് പുതിയ ഫ്രണ്ട്സുകളും പുതിയ കാലങ്ങളും പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും മറന്നു പോകുന്നതായിരിക്കും. ചില ആളുകൾക്ക് അത് വളരെ നിസ്സാരമായിരിക്കും. വളരെ ചുരുക്കം ആളുകൾക്ക് അതൊക്കെ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിട്ട് തോന്നി. പക്ഷെ അവള് പിന്നീട് ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമുക്കൊരു അവഗണന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിളിക്കണ്ടാലോ. പിന്നെ ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. പക്ഷെ അന്ന് പിന്നെ എനിക്ക് തോന്നി വിളിക്കേണ്ടായിരുന്നു. അത്ര കഷ്ടപ്പെട്ട് നമ്പറൊന്നും കണ്ടെത്തിയേ വേണ്ടായിരുന്നു. ചില ആളുകൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.